ഹായ് ഫ്രം ശരണ്യ സീസ്. അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ടോ. ഈ ഇടയ്ക്കായിട്ട് ദിയൻ്റെ കുറേ ഇങ്ങനെ കൃഷ്ണകുമാറായിട്ട് സംസാരിക്കണം ഒക്കെ ഇൻസ്റ്റാ ഫീഡ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പം ഇവരും 4 പെൺകുട്ടികളായതുകൊണ്ടിട്ട് തന്നെ ഇവരുടെ പല ഫാമിലി വ്ളോഗ്സിലും പറയുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇൻ ദ സെൻസ് നമ്മൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടിയും നമുക്കിങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവരുടെ എങ്ങനെയാവും ദിയയുടെ കുട്ടി വന്നാൽ എങ്ങനെയാവും എന്നൊക്കെ ഒരു എനിക്ക് തോന്നലുണ്ടായിരുന്നേ. ഞാൻ അടിച്ചു വിട്ടാൽ കണ്ടേക്ക്, കാരണം 3-4 മിനിറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഞാൻ കരഞ്ഞു പോയി. എനിക്ക് നമ്മൾ പറഞ്ഞു കേട്ട് നമ്മുടെ കൂടെയുള്ള പേഷ്യൻസ് ഉണ്ടാവും നല്ലത്. നമ്മൾ ഒറ്റയ്ക്കും നമുക്ക് ഇമോഷണലി ഒന്നും ഒരു സപ്പോർട്ട് കിട്ടില്ല. നമ്മൾ സിനിമയിൽ കണ്ടതും അല്ലെങ്കിൽ നമ്മളുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടതുമായ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെൻ്റലി ഇമോഷണലി അത്രയും സപ്പോർട്ടോട് കൂടി നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കുക. അച്ഛനും അമ്മയും കൈ പിടിച്ച്, ഭർത്താവ് ഇങ്ങനെ കൂടെ നിന്ന്, അനിയത്തിമാർ ചേച്ചിയും എല്ലാവരും നിന്ന് അത്ര കംഫർട്ടിൽ ഒരാൾ പ്രസവിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടിട്ടാണ് അതിപ്പം ദിയയുടെ പ്രസവം എന്തിനാ അപ്പം ഇത്ര ചർച്ചയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ ഫാക്ടർ. ദിയ എന്തൊരു ലക്കിയാന്ന് തോന്നി. ഒരു കുട്ടി ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമല്ലേ. അത് ഇത്ര സന്തോഷത്തോടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം കേരളത്തിലൊരു ഭൂരിപക്ഷം ജനങ്ങൾക്കും അത്രയും കീഴിലൊരു ഹോസ്പിറ്റൽ അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പ്രസവിക്കാനോ ഒന്നും പറ്റാത്തവരുണ്ട്. അങ്ങനത്തെ രീതിയിലും പ്രസവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ എന്നുള്ളതിനൊരു ഒരു ഒരു എക്സാമ്പിൾ അല്ലേ ഇത്. അപ്പം ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് ഫേസ്ബുക്ക് എടുത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനെതിരെ നെഗറ്റിവിറ്റി ഉണ്ടെന്ന്. സത്യം പറഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര അസൂയാലുക്കളാണ്. നെഗറ്റിവിറ്റി പറയുന്നവരെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിനും പുച്ഛിക്കുക, അവർ ഡിസ്കഷനെ അർഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവർ സെലിബ്രിറ്റിയാണ്, അവരൊരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അവർ കാശ് ഉണ്ടാക്കുന്നത് അവർ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് കിട്ടുമ്പം എല്ലാ മനുഷ്യന്മാർക്കും ചിലപ്പോൾ ഒരു വിഷമം തോന്നും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രയും നെഗറ്റീവ് കമൻസ് ഇടാനുള്ള രീതിയിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. പിന്നെ ഞാൻ കണ്ടൊരു കമൻറ്റ്, അവർക്കിത് കണ്ടൻറ്റാണ്, അവർ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കും. അതുപോലെ ഫാമിലി വ്ളോഗർ അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും ഷൂട്ട് ചെയ്തിടുന്ന ആൾക്കാരാണ്, അവരുണ്ടാക്കും. അതിനൊക്കെ ഇവർ ഇത്രയും അസൂയായിട്ട് എന്താ കാര്യം? ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്. അപ്പം നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലൊക്കെ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, അസൂയപ്പെടരുത്. ഒരു വലിയ മെജോറിറ്റി ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം ദിയയുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സാധനം, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇല്ല ഒരാൾക്കെങ്കിലും ഇങ്ങനെ പറ്റിയല്ലോ, ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റിയല്ലോ. ആ ഒരു കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും ഈ വീഡിയോൻ്റെ ആവശ്യകത എന്താണ്. അത്രയേ ഉള്ളൂ. അപ്പം ശരി, ബൈ.